മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ കലാപമടങ്ങാതെ ബംഗ്ലാദേശ്. വ്യാപക കൊള്ളിവെപ്പുമാണ് അവിടെ നടക്കുന്നത്. പാർലമെന്റ് പിരിച്ചുവിട്ടു. ഉടൻ തെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപനം പ്രസിഡന്റ് നടത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുകയാണ്. ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ എങ്ങനെ രാഷ്ട്രീയ അഭയം നൽകുകയാണോ അത് സംബന്ധിച്ച വ്യക്തത ഇനിയും വരാനുണ്ട്. പെട്രോപോളിലെ ബംഗ്ലാദേശ് അതിർത്തി ഇന്ത്യ അടച്ചിട്ടുണ്ട്. അതീവ ദുഷ്കരമായ സാഹചര്യത്തിലൂടെ ബംഗ്ലാദേശ് രാഷ്ട്രീയം കടന്നു പോവുകയാണ്. പാർലമെന്റിലേക്ക് പോലും കലാപകാരികൾ കടന്നു വരുന്നു. പ്രസിഡന്റിന്റെ ഷെയ്ഖ് ഹസീനയുടെ വീട് കൊള്ളയടിക്കുന്നു. അതാണ് അവിടുത്തെ സാഹചര്യം. കൃഷ്ണേന്ദു നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണേന്ദു, അതീവ സംഘർഷമാണ് നമ്മുടെ അയൽ രാജ്യത്ത് നടക്കുന്നത്. ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായതുപോലും ഇന്ത്യ എടുത്ത നിലപാടുകളാണ്. അങ്ങനെ ഇന്ത്യയുമായി കടപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ അതിർത്തിയിൽ നടക്കുന്ന ഈ സംഘർഷം അങ്ങേറ്റം അത് സൂക്ഷ്മതയോടെ ഇന്ത്യ വിലയിരുത്തുന്നുണ്ടാവാം. അതിനുമപ്പുറം ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവിടെ സംഭവിക്കുന്നത്? സജിത്ത്, ഇന്ത്യയിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന, അതായത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജിവെച്ച ശേഷം ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലേക്കാണ് വന്നത്. ഉത്തർപ്രദേശിലാണ് എത്തിയത്. ഷെയ്ഖ് ഹസീന സഹോദരിയോടൊപ്പമാണ് ഇന്ത്യയിലെത്തിയത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത്. ഷെയ്ഖ് ഹസീനയുടെ കാര്യം പറയുമ്പോൾ ഏകദേശം 1991 ചില പ്രശ്നങ്ങൾക്ക് ശേഷം, അതായത് UK തുടർന്നിരുന്ന ഷെയ്ഖ് ഹസീന 1991 ബംഗ്ലാദേശിൽ തിരിച്ചെത്തുന്നത്. അന്ന് ബംഗ്ലാദേശിൽ പ്രവേശിക്കാനാവാതെ ഇന്ത്യയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയിരുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ബംഗ്ലാദേശിന് അന്ന് മുതലേ ഒരു ദൃഢമായ ബന്ധമുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം ഷെയ്ഖ് ഹസീനയുടെ രാജി വലിയ തോതിലുള്ള വെല്ലുവിളികളാണ് ഇന്ത്യക്ക് ഉയർത്തുന്നത്. ഷെയ്ഖ് ഹസീന എക്കാലത്തും ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു. പിന്നെ അറിയാൻ സാധിക്കുന്ന കാര്യം, ഇനി ബംഗ്ലാദേശിൽ ഹസീന രാജിവെച്ചതിനെ തുടർന്ന് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇൻറ്ററിം ഗവൺമെൻറ്, അതായത് ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കാനാണ് സാധ്യത. അതിൽ എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ ഉൾപ്പെടുത്തി ഒരു ഇൻറ്ററിം ഗവൺമെൻറ് രൂപീകരിക്കാൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത് അറിയിച്ചത്, അതായത് ഷെയ്ഖ് ഹസീനയുടെ രാജിയും അതുപോലെ തന്നെ ഈ ഇൻറ്ററിം ഗവൺമെൻറ് രൂപീകരണവും അറിയിച്ചത് സൈന്യത്തിൻ്റെ ചീഫ് തന്നെയാണ്. അതോടൊപ്പം ബംഗ്ലാദേശിന്റെ പ്രസിഡന്റുമായി ഇതേ തുടർന്നുള്ള ചർച്ചകൾ നടത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. സജിത്ത്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ബംഗ്ലാദേശ് ആശങ്കയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഗൗരവത്തോടെ ഇന്ത്യ വീക്ഷിക്കുകയാണ്. കാരണം അയൽ രാജ്യമാണ്. ദുർബലമാവുന്ന ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുന്ന നീക്കങ്ങൾ, പട്ടാള ഭരണവും അതിൻ്റെ തുടർ നീക്കങ്ങളും ഒക്കെ വളരെ പ്രസക്തമാണ്. കലാപകാരികൾ തെരുവ് കൈയടക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഭാവി ഇനി എന്ത് എന്ന ചോദ്യം കൂടിയുണ്ട്. തൊട്ടയൽ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചും അവിടുത്തെ സാഹചര്യം അങ്ങേറ്റം നിർണായകമാവുകയാണ്. കൃഷ്ണേന്ദു, ഒരു കാര്യം കൂടി, ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് വീണ്ടും ഒരു രാഷ്ട്രീയ അഭയം നൽകുകയാണോ ഇന്ത്യ? ഒരുപക്ഷെ അങ്ങനെയുള്ള ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലാവുമല്ലോ അവർ ഇന്ത്യയിലേക്ക് തന്നെ വന്നത്. ഇന്നലെ ലഭ്യമായ സൂചന അവർ UK മടങ്ങിപ്പോകുമെന്നാണ്, UK യാത്രയിലാണെന്നാണ്. പക്ഷേ ഇപ്പോഴും ഇന്ത്യയിൽ തുടരുകയാണ്. അജിത് ഡോവൽ അടക്കമുള്ളവർ ഇന്നലെ അവരെ സന്ദർശിച്ചതായും ചില വാർത്തകൾ വന്നിരുന്നു. എന്താണ് ഇന്ത്യ ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? സജിത്ത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കടുത്ത വെല്ലുവിളി തന്നെയാണ്. കാര്യം പല കാര്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ ദേശീയ സുരക്ഷ തന്നെയാണ്. ഇതേ തുടർന്ന് ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിൽ BSF സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് അവിടെ നിന്നുള്ള കുടിയേറ്റങ്ങളാണ് ഇന്ത്യക്കുള്ള അടുത്ത വെല്ലുവിളി. ബംഗ്ലാദേശിൽ എന്നും മൈനോറിറ്റിയായി തുടരുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അടിച്ചമർത്തുന്ന ഒരു പ്രവണത ഉടനീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള ചർച്ചകളും മറ്റും ഇന്ത്യയിലും സജീവമായി നടക്കുന്നുണ്ട്. സജിത്ത്, യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തരത്തിലേക്കുള്ള സംഘർഷ സാധ്യതയിലേക്ക് ബംഗ്ലാദേശ് രാഷ്ട്രീയം കടന്നു പോകുമ്പോൾ ഇന്ത്യയും കരുതലോടെയാണ്. കാരണം ഇന്ദിരാഗാന്ധിയുടെ സുപ്രധാനമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ ഉദയത്തിന് പോലും ഇടവച്ചത്. അതുകൊണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ഏത് മാറ്റങ്ങളും ഇന്ത്യ സാഗൂതം വീക്ഷിക്കും. മാത്രമല്ല, എന്നും നുഴഞ്ഞുകയറ്റ ഭീഷണി, ആളുകളുടെ കടന്നുകയറലൊക്കെ നേരിടുന്ന ഇടമാണ് ബംഗ്ലാദേശ് അതിർത്തികൾ. അതുകൊണ്ട് അതും നിർണായകമാണ്. എന്തായാലും ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ രാഷ്ട്രീയ അഭയം നൽകുക ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ്. അത് സംബന്ധിച്ച സർക്കാർ കേന്ദ്രങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി ഔദ്യോഗികമായി തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഇന്നലെ അജിത് ഡോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്നലെ ഷെയ്ഖ് ഹസീനയെ സന്ദർശിച്ചു എന്ന വാർത്തകൾ കൂടി പുറത്തു വന്നിരുന്നു.
ഒരു ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി തരാം.